ഇത് കഴിച്ചു കഴിഞ്ഞാൽ മണവാട്ടിയെ പോലെ മൊഞ്ചു കൂടുവോ? എന്നാ പിന്നെ നിറഞ്ഞിട്ട് തന്നെ കാര്യം. ഈ മൊഞ്ചൊരിത്തിരി കൂടുമെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ? അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കി നോക്കിയുമേ. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള കുനുകുനാന്നരിഞ്ഞതും, ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതും, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും, ഒരു പച്ചമുളക്, ഒരു പിടി മല്ലിയില, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഈ ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ മണവാട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടേനെ. അരമണിക്കൂറിന് ശേഷം ചെറു തീയിൽ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് പകുതി വേവാകുമ്പോൾ ചിക്കനിലേക്ക് 1 സ്പൂൺ സോയ സോസും 1.5 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് ചെറു തീയിൽ സ്ലോ കുക്ക് ചെയ്തെടുത്താൽ നല്ല മൊഞ്ചുള്ള മണവാട്ടി ചിക്കൻ റെഡിയായി. അങ്ങനെ ഇത് ആകെ 45 മിനിറ്റാണ് എനിക്കിവിടെ ടൈം എടുക്കേണ്ടി വന്നത് സ്ലോ കുക്ക് ചെയ്ത് നമ്മുടെ മണവാട്ടീനെ മൊഞ്ചാക്കാനായിട്ട്. ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് ഈ സമയത്ത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതേ നല്ല മൊഞ്ചുള്ള മണവാട്ടി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പത്തിനൊപ്പാണെങ്കിലും ഇടിയപ്പത്തിനൊപ്പാണെങ്കിലും റൈസിനൊപ്പാണെങ്കിലും സൂപ്പർ സൈഡാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.